നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. സമ്പൂർണ്ണ സാക്ഷര കേരളം, പ്രബുദ്ധ കേരളം, ജനാധിപത്യ ബോധ കേരളം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാടിനെ പറ്റി നമ്മൾ ഊറ്റം കൊള്ളുമ്പോഴും തൊഴിലില്ലായ്മയിൽ നമ്മുടെ സംസ്ഥാനം ഇന്ത്യയിലെ തന്നെ 2ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു എന്ന കണക്ക് തൊഴിൽ മേഖലകളിൽ നമ്മുടെ നാട് ഇനിയും എത്ര ദൂരം മുന്നോട്ട് പോകാനുണ്ട് എന്നതിൻ്റെ ഗൗരവമായ ഓർമ്മപ്പെടുത്തലാകുന്നു. കേരളം തൊഴിലില്ലാത്തവരുടെയും തൊഴിൽ ചെയ്യാത്തവരുടെയും നാടായി മാറിക്കഴിഞ്ഞു. ഏത് മേഖലയിലായാലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണിപ്പോൾ സർവ്വ ജോലികളും ചെയ്യുന്നത്. അത് നാടൻ തട്ടുകടയിൽ പൊറോട്ടയടിക്കുന്നത് മുതൽ ഉത്സവങ്ങളിൽ തെയ്യം കെട്ടുന്നത് വരെ അന്യസംസ്ഥാന തൊഴിലാളികളായി മാറിക്കഴിഞ്ഞു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൊടിതോരണങ്ങൾ കെട്ടുന്നതും പോസ്റ്റർ ഒട്ടിക്കുന്നതും ഉൾപ്പെടെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇല്ലെങ്കിൽ കേരളത്തിൽ ഒരു കരിയില പോലും മറഞ്ഞു വീഴില്ല എന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നു നമ്മുടെ പ്രബുദ്ധ കേരളം. പണ്ടൊക്കെ ചെറിയ കൂലിയിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുവാൻ സാധിക്കുമായിരുന്നു. എങ്കിൽ ഇന്നത്തെ കാലത്ത് അവർക്കും നല്ല കൂലി കൊടുക്കുക തന്നെ വേണം. പക്ഷേ ഹോട്ടൽ ഉടമകളും കെട്ടിട നിർമ്മാതാക്കളുമൊക്കെ പറയുന്നത് മലയാളിക്ക് ജോലി നൽകുന്നത് ഇന്നത്തെ കാലത്ത് വലിയ റിസ്ക് ആണ് എന്നതാണ്. കാരണം അവർ കൃത്യമായി ജോലിക്ക് വരില്ല, വന്നാൽ തന്നെ നന്നായി പണിയെടുക്കില്ല. അത്യാവശ്യം ജോലികൾക്കായി അല്പം അധിക നേരം നിൽക്കണമെങ്കിൽ അവർ നിൽക്കുകയുമില്ല. അന്യസംസ്ഥാനക്കാരാകുമ്പോൾ ഇത്തരം യാതൊരു പ്രശ്നങ്ങളുമില്ല, എല്ലാം കൃത്യം. വെറുതെ മലയാളിയെ പണിക്ക് വെച്ച് പൊല്ലാപ്പാക്കേണ്ട കാര്യമുണ്ടോ എന്ന പ്രസക്തമായ ചോദ്യത്തിന് മറുപടി ഇല്ലാതെയായി. നമ്മൾ സംസാരിച്ചു വന്നത് ഇന്ത്യ മഹാരാജ്യത്തിലെ തൊഴിലില്ലായ്മയിൽ നമ്മുടെ സാക്ഷര കേരളം 2ാമത് എത്തി നിൽക്കുന്നു എന്ന ദുരവസ്ഥയെക്കുറിച്ചാണ്. നമുക്ക് മുന്നിലുള്ളത് ഒരേ ഒരു സംസ്ഥാനം, ജമ്മു കാശ്മീർ. നമുക്ക് തൊട്ടുപുറകിൽ തമിഴ്നാടും കർണാടകവും ആന്ധ്രാപ്രദേശുമാണ്. ജനുവരി മാർച്ച് കാലയളവിൽ കേരളത്തിലെ നഗരങ്ങളിലാണ് തൊഴിലില്ലായ്മയിൽ വർധനവ് ഉണ്ടായിരിക്കുന്നത്. ഒക്ടോബർ ഡിസംബറിൽ 10.3% നിലവിൽ 10.7% ഉയർന്നു കഴിഞ്ഞു. ജമ്മു കാശ്മീരിൽ 11% തൊഴിലില്ലായ്മയുടെ കണക്ക്. ഏറ്റവും കുറഞ്ഞ നിരക്ക് ഡൽഹിയിലാണ്, കേവലം 1.8%. 2023 ജൂലൈ സെപ്റ്റംബർ കാലയളവിൽ കേരളത്തിലെ നിരക്ക് 9.2%. രാജ്യത്തെ മുഴുവൻ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തൊഴിലില്ലായ്മ 6.7%. ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പുതുതലമുറ യൂറോപ്യൻ രാജ്യങ്ങളിൽ തൊഴിൽ തേടി പോവുകയും നമ്മുടെ സംസ്ഥാനത്തെ തൊഴിൽ ഇടങ്ങളിൽ അന്യസംസ്ഥാനക്കാർ തൊഴിൽ ഉറപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ തൊഴിലില്ലായ്മയിൽ 2ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത്. കേരളത്തിലെ തൊഴിൽ മേഖലയിൽ കൂടുതൽ അവസരങ്ങൾ കണ്ടെത്തി വേതന നിരക്കുകൾ കൂട്ടി തൊഴിലില്ലായ്മ എന്ന ദുരിതാവസ്ഥയിൽ നിന്നും നമ്മൾ കരകയറിയില്ലെങ്കിൽ ഭാവി കേരളത്തിന് ഉണ്ടാകാൻ പോകുന്നത് വലിയ സാമ്പത്തിക തൊഴിൽ പ്രതിസന്ധികൾ തന്നെയായിരിക്കും. ഒട്ടും സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഒരവസ്ഥയിലാണ് കേരളം ഇപ്പോൾ കടന്നു പോകുന്നത്. ഗവൺമെൻറ് ജോലികൾ ചെയ്യുന്നവർക്ക് പോലും കൃത്യസമയത്ത് ശമ്പളം നൽകാൻ സാധിക്കാത്ത വിധത്തിലുള്ള സാമ്പത്തിക തകർച്ച. പെൻഷനുകൾ, ക്ഷേമ പെൻഷനുകൾ 6 മാസമായി മുടങ്ങിക്കിടക്കുന്നു. ഭക്ഷ്യസാധനങ്ങൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്ന സപ്ലൈകോയിൽ ഒന്നും തന്നെ ഇല്ലാത്ത ദുരിതം. പാവപ്പെട്ടവൻ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ അത്യാവശ്യ മരുന്നുകൾ പോലും ഇല്ലാത്ത ദയനീയത. സുരക്ഷിതമല്ലാത്ത ഈ സാമ്പത്തിക സാമൂഹിക സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ തൊഴിലില്ലായ്മയിൽ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഏറെ അപകടത്തിലെത്തിയിരിക്കുന്ന കേരളത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കുവാൻ എന്ത് നടപടികൾ സ്വീകരിക്കും എന്നതിന് എങ്ങു നിന്നും ഒരു ഉത്തരവും ലഭിക്കുന്നില്ല. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.